ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും നിങ്ങളോട് പ്രതികരണം ഇല്ലാതെ പോയത്. ഞാൻ പളനിക്ക് പോയതായിരുന്നു. അവിടെ ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങളൊരു ചെറിയ ട്രാവലറിനാണ് പോയത്. അതിലിരുന്ന് ഞാൻ പ്രകൃതിയിലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മൊബൈലിൽ പകർത്തിയതാണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേരളം വിട്ട് വേറൊരു സംസ്ഥാനത്തേക്ക് പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പത്തനംതിട്ട വിട്ട് വേറൊരു പ്രദേശത്തോട്ട് അധികം അങ്ങനെ പോയിട്ടുള്ള ആളല്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം. ഞാനതുകൊണ്ട് അത് മൊബൈലിൽ പകർത്തി. സഹ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങളും ഹിൽ ടോപ്പും ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല നീല നിറമുള്ള മലകളും പച്ചപ്പ് പടർന്ന ചോളപ്പാടവും അതുപോലെ വാഴയും തെങ്ങും ഇതെല്ലാം ധാരാളമായിട്ട് ഞാനവിടെ കണ്ടു. നല്ല കർഷകരാണ് അവിടെ താമസിക്കുന്നത് എനിക്ക് തോന്നി. നല്ല രസം കാണാൻ ആ പാടങ്ങളൊക്കെ. പിന്നെ ചോളമൊക്കെ ഇഷ്ടം പോലെ ഇതിനകത്തങ്ങനെ വളർന്ന് നിൽക്കുന്നു. ഞങ്ങൾ തിരിച്ച് വന്നപ്പം ഒരു മുന്തിരിത്തോപ്പിലൊക്കെ ഇറങ്ങി. അതൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയ്ക്കകത്ത് ഇടുന്നുണ്ട്. സന്തോഷമുള്ളൊരു അനുഭവമാണ് ആദ്യമായിട്ടൊരു വേറൊരു സംസ്ഥാനത്ത് പോവുക എന്നുള്ള. എനിക്ക് അമ്പലത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ മൊബൈൽ ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ കാറ് പിന്നെ ഇതുപോലെ ഈ ഉരുക്കുവടത്തേക്കൂടുള്ള ഈ കാറിനകത്താണ് പോയി. അങ്ങോട്ട് ഞങ്ങൾ പടി കയറി, ഭഗവാന്റെ പടി കയറി പോയി. ഇങ്ങോട്ട് ഞങ്ങൾ ഒരു ഇതിൻ്റെ കാറിലാണ് വന്നത്. ചെറിയ ഗോണ്ടോള പോലുള്ള കാറ്, അതിനകത്താണ് ഞങ്ങൾ വന്നത്. തിരിച്ചിറങ്ങിയത് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസായി കിട്ടിയത്. അതുപോലെ ഇത് പ്രകൃതിയുടെ ഈ രമണീയമായ ഈ ദൃശ്യങ്ങൾ അതുപോലെ നല്ല ഭംഗിയാണ്. ചില ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ധാരാളം ചെടികൾ റോഡുകളിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ മറിഞ്ഞു. അതുപോലെ എനിക്ക് ഈ ഒരു വണ്ടിയിലിരുന്നൊന്നും പടം എടുത്തുള്ള ശീലമില്ലാത്തതുകൊണ്ട് അവ്യക്തതയുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് പോയൊരു യാത്രയുടെ അനുഭവമാണ് നിങ്ങളുടെ മുന്നേ കാണിക്കുന്നത്. നീല മുടികളും അല്ലേ, കരിമുടി. നല്ല ഒരു ഒരു ക്യാൻവാസിൽ ഒരു പെൻസിൽ കൊണ്ട് ഡ്രോയിങ് ചെയ്തെടുക്കാത്ത പോലുള്ള പ്രകൃതി ഈ ഭംഗി. അത് കണ്ടാൽ എത്ര കണ്ടാലും മതി വരാത്ത പ്രകൃതി ദൃശ്യങ്ങൾ. അതൊരു പുതിയ അനുഭവമാണ്. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ, അത് വളരെ നമുക്ക് എത്ര സന്തോഷമാണ്. നെല്ലാണേലും അങ്ങ് ഇഷ്ടം പോലെ അത് കൃഷി ചെയ്തിങ്ങനെ കുരുത്ത് വരുന്ന നെല്ലുകൾ, അതിൻ്റെ നടുക്ക് കൊച്ചു വീടുകൾ പോലെ. വീടാന്ന് എനിക്ക് അവരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം. നല്ല രസമായിരുന്നു കാണാൻ. ഇടയ്ക്കൊക്കെ വീടുകളാണോ ഇനി വേറെ വല്ല വ്യാവസായിക സ്ഥാപനങ്ങളാണോ ഇടയ്ക്കൊക്കെ ഉണ്ട്. കടകളുണ്ട്. ഇത് വാഴകളാണ്, ഇഷ്ടം പോലെ വാഴകൾ. അവരൊക്കെ വളരെ അധ്വാനികളായ മനുഷ്യരാണെന്ന് തോന്നുന്നു. നിറച്ച് എനിക്ക് തോന്നി കേരളത്തിൽ കാണുന്ന തെങ്ങിനെക്കാട്ടി കൂടുതൽ കൊച്ചു തെങ്ങുകൾ. ചില പാടങ്ങളിൽ ചോളവും തെങ്ങും. എനിക്ക് തോന്നുന്നു തെങ്ങ് വളരാൻ വേണ്ടി
തെങ്ങും തോപ്പിൽ ഇട്ട ചോളമായിരിക്കാം. കൊച്ചു തെങ്ങുകൾ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചോളം കൃഷി ചെയ്തിരിക്കുന്നു. ഉയർന്നുയർന്ന് നിൽക്കുന്ന മലനിരകൾ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ, കൊച്ചു കൊച്ചു വീടുകൾ കണ്ടോ, നല്ല നല്ല മലനിരകൾ. ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് ഞാൻ വേറൊരു സംസ്ഥാനത്തേക്ക് പോയി. ഇത് ഞാനിങ്ങനെ പല പ്രാവശ്യം പറയുന്നത് നിങ്ങൾക്ക് ഓർക്കും അവർക്ക് എന്താ വേറെ പണി. ഇത് എൻ്റെ ആദ്യത്തെ അനുഭവം. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണിത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. എനിക്കാകുന്ന രീതിയിൽ ഞാൻ മൊബൈലിൽ പകർത്തിയാണ്. ചിലതൊന്നും എനിക്ക് എടുക്കാൻ വരുമ്പോഴത്തേനും അതങ്ങ് പാഞ്ഞു പോകുന്നത് കൊണ്ട് പറ്റാതെ പോയിട്ടുണ്ട്. ക്ഷമിക്കണം. ഇതെനിക്ക് നിങ്ങളിലേക്ക് എത്ര എത്തിക്കാൻ കഴിയും എന്നെനിക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കരിനീല നിറമുള്ള മലനിരകൾ, നല്ല ഇങ്ങനെ മേഘം, അതിൻ്റെ കീഴിൽ നല്ല നീല നിരകൾ, മലനിരകൾ, അതുപോലെ പച്ച തെങ്ങും തോപ്പുകൾ, ചോളപ്പാടങ്ങൾ, ചെറിയ ചെറിയ നെൽപ്പാടങ്ങൾ, അതൊക്കെ ഇങ്ങനെ ചിലതൊക്കെ ഉഴുതിട്ടേക്കുവാണ്, നെല്ല് ഇടാൻ വേണ്ടിയിട്ട് ഉഴുതിട്ടേക്കുന്ന പാടങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ആഹാരം ഉണ്ടാക്കി നമുക്ക് എങ്ങനെ കഴിക്കാൻ, അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു എന്നുള്ളതല്ലേ. അതിന് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടല്ലേ അത്ര ഭംഗിയായിട്ട് അവരത് നിർത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവുമുണ്ട്. അതുപോലെ പ്രകൃതിയുടെ ആ ഭംഗി, അതെല്ലാം മനുഷ്യന് ഒരു സന്തോഷം തരുന്ന കാഴ്ചകളുണ്ടോ. തെങ്ങുകൾ നമ്മൾ കേരളത്തിൽ എത്ര കാണാൻ പറ്റും ഇങ്ങനെ തെങ്ങുകൾ നിൽക്കുന്നത്. അതൊക്കെ അത്ഭുതം, സന്തോഷം. വേറൊരു സംസ്ഥാനമാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ കേരളീയരാണ് അല്ലേ. കേരനിരകൾ ഉള്ള കൂടുതലുള്ള ഇതായിട്ടാണ് മലനിരകൾ. ഇത് ഭംഗിയാ, നീല നീല നിറമുള്ള മലനിരകൾ. ഇടയ്ക്കൊക്കെ ഈ റോഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ. ഞങ്ങൾ രാത്രി ഒരു സൂര്യാസ്തമയ സമയത്താണ് ഈ പോകുന്നത്. ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ വണ്ടിയുടെ ഈ മറവ് ഇടയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടാവാം. നാളെ ഞങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ ചെയ്യാം. എൻ്റെ ഒരല്പം ഞാൻ എടുത്തതിൽ എന്തെങ്കിലും ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എനിക്കാവുന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. എനിക്ക് ഈ വണ്ടിയിലിരുന്ന് എടുത്ത അങ്ങനെയുള്ള പരിചയങ്ങളൊന്നുമില്ല, ആദ്യമായിട്ട് എടുത്തതാണ്. ഉണ്ടോ, ഇത് കാണാൻ നല്ല രസമല്ലേ. അതുപോലെ കരിമ്പനകൾ ഇടയ്ക്കിടയ്ക്കെല്ലാം തോട്ടങ്ങളിലൊക്കെ, നെൽത്തോട്ടത്തിലുണ്ട്. ഇതുപോലെ ചോളപ്പാടങ്ങൾക്കൊക്കെ നടുവിലെ വരമ്പിലൊക്കെ ഈ പനകൾ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു അതുപോലെ ഈ
നല്ല രസമല്ലേ കാണാൻ? നല്ല പ്രകൃതി ഭംഗിയാണ് അവിടെ എല്ലാം കാണാൻ. ഇവിടെ റോഡിൻ്റെ നടുക്കുള്ള ഭാഗത്തെ ചെടികൾ നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുക. അതെല്ലാം നല്ല രസമാണ് അത് കാണാൻ. എന്ത് രസമായി പൂക്കൾ കാണാൻ. സൂര്യാസ്തമയനമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല വട്ടത്തിൽ തള്ളിക പോലെ സൂര്യൻ ഒരു ചിത്രം വരച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഞാൻ എടുത്തതിനകത്ത് ഇച്ചിരി ഇതൊക്കെയുണ്ട്. എനിക്ക് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ചെയ്തത്. കണ്ട താഴേക്ക് താന്നു പോകുന്ന സൂര്യബിംബം. ഒരു കടലിൽ മുങ്ങുന്ന മാതിരി.